അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറഹ് ബഖറ 249 ആയത്തിൻ്റെ പകുതി വെച്ചിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما جاوزه هو والذين آمنوا معه قالوا لا طاقة لنا اليوم بجالوت وجنوده قال الذين يظنون أنهم ملاقو الله كم من فئة قليلة غلبت فئة كثيرة بإذن الله والله مع الصابرين. فلما جاوزه ഉച്ചരിക്കുന്ന സമയത്ത് ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെച്ച് കൊടുക്കുക. മീമിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. അഖ്മൽ ഔന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. അലിഫ്മതും കൂടെ വന്നു, 2 കൗണ്ട് മാത്രം നീട്ടി കൊടുക്കുക കേട്ടോ. ജാവസഹു ഹുവ വല്ലദീൻ. ജീമിൻ്റെ കൂടെ അലിഫ്മദ് വന്നു, അവിടെയും നമ്മൾ 2 കൗണ്ട് മാത്രം നീട്ടി കൊടുക്കുക. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കണേ. സായുടെ സൗണ്ട് അസ് എന്നുള്ളൊരു സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. സീനിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക. ഹ കൂടെ വാവ് സ്വൈറ വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക കേട്ടോ. ഹുവ വല്ലദീൻ. ഹ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ അവസാന ഭാഗത്തുനിന്ന് കൊണ്ടുവരിക. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്ത് പിടിക്കുക കേട്ടോ. ലാമിന് ശ്രദ്ധ വന്നു, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. മണിക്കാതെ ഓതാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. ലാമിൻ്റെ ശ്രദ്ധയിലുള്ള സുക്കൂനിനെ ആദ്യം ഉച്ചരിച്ചിട്ട് പിന്നെ ഫതഹ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദാലിൻ്റെ കൂടെ യാമദ് വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക കേട്ടോ. ആമനു മഅഹു ഖാലു. ഹംസയുടെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. നൂനിൻ്റെ കൂടെ വൗ മദ് വന്നു, അവിടെയും നമ്മൾ 2 കൗണ്ട് മാത്രം നീട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അയനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. ഹ കൂടെ വാവ് സ്വൈറ വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ഖാലൂ ലാ ത്വാഖത ലനാ. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്റർ ആയതുകൊണ്ട് നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് പൊക്കിയിട്ട് തഫീം ചെയ്യുക കേട്ടോ. ഖാ എന്നുള്ള സൗണ്ട് ക്ലിയർ ആക്കാനും ശ്രദ്ധിക്കുക. ലാമിൻ്റെ കൂടെ വൗമദ് വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, അവിടെ നമ്മൾ 2 കൗണ്ട് മാത്രം നീട്ടി കൊടുക്കുക കേട്ടോ. ഇസ്തിഅലാൻ്റെയും ഇത്ബാഖിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് വേണം തഫീം ചെയ്യാനായിട്ട്. അലിഫ്മദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ ബാക്ക് മാത്രം മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫീം ചെയ്യാം കേട്ടോ. ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. നൂനിൻ്റെ കൂടെ അലിഫ്മദ് വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ കൂട്ടി ഓതുമ്പോൾ അലിഫ്മദിനെ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. ലാം കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ബിജാലൂത്ത. ജീമിൻ്റെ കൂടെ അലിഫ്മദ് വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ലാമിൻ്റെ കൂടെ വൗമദ്ദാണ് വന്നിട്ടുള്ളത്, അവിടെയും നമ്മൾ 2 കൗണ്ട് നീട്ടി കൊടുക്കുക കേട്ടോ. വജുനൂദി. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. നൂനിൻ്റെ കൂടെ വൗമദ് വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ഇനി ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നിട്ടുണ്ട്. വഖഫും വസ്ലും നമുക്കവിടെ അനുവദനീയമാണ്. ഇനി വഖഫ് ചെയ്യുമ്പോൾ ഹാക്ക് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. നമ്മുടെ തൊണ്ടയുടെ അവസാന ഭാഗത്തുനിന്ന് ഹാ സുക്കൂനിൻ്റെ സൗണ്ടിനെ ഫീൽ ചെയ്യിപ്പിച്ചു കൊടുക്കുക. വജുനൂദി അതുപോലെ വഖഫ് ചെയ്യുക കേട്ടോ. ഖാലല്ലദീന യظنون. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്റർ ആയതുകൊണ്ട് നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫീം ചെയ്ത് കൊടുക്കുക. അലിഫ്മദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ലാമിൻ്റെ കൂടെ ശ്രദ്ധ വന്നു, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. മണിക്കാതെ ഓതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഉച്ചരിക്കുമ്പോൾ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. നമ്മുടെ നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ അറ്റത്ത് കൊണ്ടിട്ട് വെക്കുക കേട്ടോ. ലൈറ്റാക്കി കൊടുക്കുക. യമദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടി കൊടുക്കുകയും ചെയ്യാം. യظنون أنهم ملاقو. വാ ഇസ്തിഅലാൻ്റെയും ഇത്ബാഖിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫീം ചെയ്യുക. മഖ്റജ് വരുന്നത് നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർന്നിട്ട് തന്നെയാണ് ശ്രദ്ധിക്കുക കേട്ടോ. നൂനിൻ്റെ കൂടെ ശ്രദ്ധ വന്നിട്ടുണ്ട്,
അഖിമൽ ഉന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കണം. വൗമത് കൂടെ വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അന്നഹും മുലാഖൂ, നൂനിന് ശ്രദ്ധ, അഖിമൽ ഉന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. മീം സാക്കിനയ്ക്ക് ശേഷം മീം തന്നെ വന്നു, ഇദ്ഗാം ഷഫവിയാണ് വരുന്നത്. മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇദ്ഗാം, സുക്കൂനായ മീമിനെ അടുത്ത മീമിലേക്ക് ലയിപ്പിച്ചിട്ട് ഒന്നയോടുകൂടി ഓതി കൊടുക്കുക. ലാമിൻ്റെ കൂടെ അലിഫ് സ്വൈറ വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. ഖാഫിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക. ഇസ്തിഅലാൻ്റെ ലെറ്റർ ആണല്ലോ, അപ്പോൾ നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് പൊക്കിയിട്ട് തഫ്രീം ചെയ്യുക. കൂടെ വന്നിട്ടുള്ള വൗമദിനെ നമ്മൾ കൂട്ടി ഓതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഹംസത്തുൽ വസ്ൽ വന്നതുകൊണ്ട് മുന്നേയുള്ള ഏത് മദ്ദായാലും നമ്മൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. അവ്വ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് വൊമ്മയാണ് വന്നിട്ടുള്ളത്. അവ്വ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. അന്നഹും മുലാഖുല്ലാഹി കം മിൻ ഫിഅഹ്, ഇവിടെ മീം സാക്കിനയ്ക്ക് ശേഷം വീണ്ടും മീം തന്നെ വന്നു. സുക്കുനായ മീമിനെ അടുത്ത മീമിലേക്ക് ലയിപ്പിച്ചിട്ട് ഒന്നയോട് കൂടി ഓതിക്കൊടുക്കുക കേട്ടോ. ഇദ്ഗാം ഷഫവിയാണ് വരുന്നത്. മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇതാണ്. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്ററായിട്ടുള്ള ഫ വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. മിൻ ഫിഅത്തിൻ ഓതരുത്, മിൻ ഫിഅത്തിൻ ഖലീല, അതുപോലെ ഓതി കൊടുക്കുക കേട്ടോ. ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്താണ് വെക്കേണ്ടത് കേട്ടോ. ത ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കണം. താക്ക് കെസ്ര തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്ററായിട്ടുള്ള ഖാഫ് വന്നു. അപ്പോൾ തെൻവീനുള്ള നൂനിൻ്റെ സൗണ്ടിൽ നമ്മൾ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. നൂനിൻ്റെ സൗണ്ടിന് വ്യക്തമായിട്ട് കേൾപ്പിക്കുകയും ചെയ്യരുത്. നമ്മുടെ നാവിനെ മുകളിൽ തട്ടിക്കാതെ നോക്കുകയും ചെയ്യുക കേട്ടോ. ഫിഅത്തിൻ ഖലീല, ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്റർ ആയതുകൊണ്ട് നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്രീം ചെയ്യുക. ലാമിൻ്റെ കൂടെ യാമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ത കെസ്ര തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇവഹാറിൻ്റെ ലെറ്റർ ആയിട്ടുള്ള ഗൈന് വന്നിട്ടുണ്ട്. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമാക്കി മണിക്കാതെ ഓതിക്കൊടുക്കുക. ഖലീലത്തിൻ, അതുപോലെ ഓതിക്കൊടുക്കുക കേട്ടോ. നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കണം. ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറ, അതുപോലെ ഓതി കൊടുക്കുക കേട്ടോ. ഗൈനിൻ്റെ മഖ്റജ് വരുന്നത് നമ്മുടെ അദ്നൽ ഹൽക്കാണ്. തൊണ്ട തുടങ്ങുന്ന ഭാഗത്തു നിന്നാണ് ഗൈന് പുറപ്പെടുന്നത്. ഐനിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. ഗൈൻ ഇസ്തിഅലാൻ്റെ ലെറ്ററും കൂടിയാണ്. അപ്പോൾ നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് പൊക്കിയിട്ട് തഫ്രീം ചെയ്യുക. ഇനി താക്ക് സുക്കൂനാവുന്ന സമയത്ത് കുറച്ചേറെ പാസ് ചെയ്യണ സൗണ്ട് കൊടുക്കും ചെയ്യുക. ഹാഫ് സുക്കൂനും കൊടുക്കുക കേട്ടോ. ഗലബത്ത്, ഗലബത്ത് എന്ന് ഓതരുത്. ഗലബത്ത് ഫിഅതൻ കസീറ. ത ഫതഹ തെൻവീൻ വന്നു. തെൻവീനിന് ശേഷം ഇഖ്ഫാഇൻ്റെ ലെറ്ററായിട്ടുള്ള കാഫ് വന്നു. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. കാഫ് ചരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചെരിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കുക. സ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. മഖ്റജ് വരുന്നത് നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർന്നിട്ടാണ്. നാവിൻ്റെ കുറച്ച് ഭാഗം പുറത്തോട്ട് കാണുന്ന രൂപത്തിൽ വെക്കും ചെയ്യുക. കുറച്ച് എയർ പാസ് ചെയ്യുന്ന സൗണ്ടും കൊടുക്കുക കേട്ടോ. സീനിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക. ഈ അമദ് കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് മാത്രം നീട്ടിക്കൊടുക്കുക. റോ ഫതഹാവുന്ന സമയത്ത് ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. ത ഫതഹ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇഖ്ലാബിൻ്റെ ലെറ്ററായിട്ടുള്ള ബ വന്നു. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ നമ്മൾ മീമാക്കി മാറ്റിമറിച്ച് ഒന്നയോടുകൂടി ഓതി കൊടുക്കുക. നൂനിൻ്റെ സൗണ്ടിനെ അവിടെ കേൾക്കുകയില്ല. മീമാക്കി മാറ്റി മറിക്കും ചെയ്യുക, ഒന്ന കൊടുക്കും ചെയ്യുക കേട്ടോ. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. കാല് താഴോട്ടുള്ള ഒരു ചെറിയ മീമിനെ കാണുന്നുണ്ട് അല്ലേ, മീമുൽ ഖായിമ. ഇതാണ് ഇഖ്ലാബിൻ്റെ മീം. ബിഇദ്നില്ലാഹ്, ദാൽ ഖൽഖല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ബിഇദ്നില്ലാഹ് നോതരുത്. ബിഇദ്നി മഖ്റജിലേക്ക് അങ്ങ് ചേർത്തി കൊടുക്കുക. ബിഇദ്നില്ലാഹ്. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ഖൈലയാണ് വന്നിട്ടുള്ളത്. വഖഫ് ചെയ്യലാണ് നമുക്ക് ഉത്തമം. ഇന്ന് നമ്മളുടെ വഖഫ് ചെയ്യുന്ന സമയത്ത് ഹാക്ക് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യുമല്ലോ, അപ്പോൾ മദ് 6 സുക്കൂനായിട്ട് മാറും. ഹാക്ക് സുക്കൂനാകുമ്പോൾ അതിന് മുന്നേ മദ് വരുമ്പോൾ നമ്മൾ 2, 4, 6 കൊണ്ടുവരെ നീട്ടിയിട്ട് വഖഫ് ചെയ്യാം. വല്ലാഹു മഅസ്സാബിരീൻ. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേ അക്ഷരത്തിന് ഫതഹ് വന്നതുകൊണ്ട് അവ്വാ എന്നുള്ള നാമത്തിലെ ലാമിനെ നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ഹ അക്ഷരത്തിൻ്റെ സൗണ്ടിന് തൊണ്ടയുടെ അവസാന ഭാഗത്ത് തന്നെ കൊണ്ടുവരിക കേട്ടോ. ഹംസയുടെ സൗണ്ടായി പോവരുത്. വല്ലാഹു നോതരുത്. വല്ലാഹു മഅസ്സാബിരീൻ. അയനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് കൊണ്ടുവരേണ്ടത്. ഹംസയുടെ സൗണ്ടായി പോവാതെ അവിടെയും ശ്രദ്ധിക്കുക കേട്ടോ. സ്വാദ് ഇസ്തിഅലാഇൻ്റെയും ഇത്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് വേണം തഫ്രീം ചെയ്യാനായിട്ട്. അലിഫ് സ്വഗൈറയാണ് കൂടെ വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഇനി റോ കെസ്റയാണത് കൊണ്ട് രീ എന്നുള്ള സൗണ്ട് കൊടുത്തിട്ട് ലൈറ്റാക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇവിടെ മദ് 6 സുക്കൂനിൻ്റെ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടിയിട്ട് വഖഫ് ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.